എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ മമ്മൂക്ക അതുവരെ നമ്മൾ ടി വി സിനിമയിൽ മാത്രം കണ്ട, കുട്ടിക്കാലം മുതൽ കണ്ട ഒരാളെ നമ്മൾ നേരിട്ട് കാണുന്ന ആദ്യത്തെ എൻ്റെ ഷോട്ട് തന്നെ കൈ ചൂണ്ട്, ക്ലോസ് റേഞ്ചാണ്, കൈ ചൂണ്ടിട്ട് നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറേ ഡയലോഗാണ് മമ്മൂക്കായ. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം 2-3 പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി. പക്ഷെ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. ആക്ച്വലി ഒരു പാവമാണ്, ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത്, എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് അടിയാളം മോനൊക്കെ നിൽക്കുന്നവരുണ്ട്, അവർക്കൊക്കെ വീണ്ടും ചാൻസുകളുണ്ട്. ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ആ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ച് കൊടുക്കും. നട്ടലില്ലാതെ നട്ടൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളിയുടെ 2ാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷെ നമുക്കത് പറ്റില്ല. അല്ല, ഈ പുള്ളി പറഞ്ഞ ഡ്രസ്സിൻ്റെ മാറ്റർ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. മമ്മൂട്ടി ലൊക്കേഷനുകളിൽ പുള്ളി ഇങ്ങനെയൊക്കെ ഗ്ലാമറുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക, കണ്ടിട്ടൊന്നുമില്ല, കേൾവി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പല ലൊക്കേഷനുകളിലും ഇങ്ങനെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും സിനിമ ഇൻഡസ്ട്രിയിൽ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. അപ്പം പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് മാറ്റർ ഉണ്ട്. പുള്ളി ഞാൻ 2 തവണ കണ്ടിട്ടുണ്ട്. പുള്ളി ദേഷ്യക്കാരനെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ നോക്കും, അങ്ങനെ ചിരിക്കുന്ന മൈൻഡൊന്നും അങ്ങനെ. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പുള്ളിയുടെ വർക്കുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വെച്ചാൽ, പുള്ളി റാഗിങ് പോലെ, നമ്മുടെ കോളേജിലൊക്കെ പോലെ റാഗിങ് പോലെ, നിങ്ങളൊരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ പുള്ളി നമ്മളോട് ഭയങ്കര റോഡായൊക്കെ ബിഹേവ് ചെയ്യും. പക്ഷേ അത് കഴിയുമ്പം ഈ വിളിച്ചു വരുത്തിയിട്ട് ഭയങ്കര കൂട്ടാവും. നമ്മൾ ഈ കോളേജിലൊക്കെ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ സീനിയേഴ്സ് നമ്മളെ റാഗ് ചെയ്യില്ലേ, അതിനുശേഷം നമ്മളോട് പെട്ടെന്ന് കൂട്ടാകത്തില്ല. 2 ദിവസം 3 ദിവസമൊക്കെ നമ്മളെ റാഗ്, എന്താ പേര്, എവിടെ നടാ, ഒരു സ്ഥലം എവിടെ, ഡാൻസ് കളിക്കാറിയാം, അങ്ങനെയൊക്കെയുള്ള, പിന്നീട് കൂട്ടാവും. അതാണ് എന്നോട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരിക്കുന്നത്, പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എത്രയോ പേർക്ക് പുള്ളി അവസരം കൊടുക്കും. പുതിയ ഡയറക്ടർമാർക്ക് 1 പടം ചെയ്താണെങ്കിലും 2 പടം ചെയ്താണെങ്കിലും 1 പടം ഡയറക്റ്റ് ചെയ്തിട്ടില്ലേ പോലും മമ്മൂട്ടി അവസരം കൊടുക്കും. പിന്നെ പുള്ളി സ്ക്രിപ്റ്റ് കൈവെക്കും. സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടർമാരല്ല, പുതിയ ഡയറക്ടർമാരുടെയൊക്കെ സ്ക്രിപ്റ്റ് കൈവെക്കാറുണ്ട്. പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സജഷൻസ് പറയും. മോഹൻലാൽ ആരുടെ സ്ക്രിപ്റ്റ് കൈവെക്കാറ്. മോഹൻലാൽ ഇപ്പോൾ ഒരു കഥ കേട്ടാലും എന്താ മോനെ, നമുക്ക് ചെയ്യാൻ മോനെ, നമുക്ക് നോക്കാൻ മോനെ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ പറഞ്ഞു. മമ്മൂട്ടി ആകുമ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഓരോ മാനസികാവസ്ഥയാണ് ഇവിടെ പ്രശ്നം വരുന്നത്. നമ്മൾ സിനിമയിൽ കാണുന്ന ക്യാരക്ടേഴ്സുമായിട്ട് വരെ നമ്മൾ കണക്ട് ചെയ്യല്. സിനിമയിൽ അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്കെല്ലാവർക്കും ഓരോ നല്ല സ്വഭാവം കാണും, ചെയ്ത സ്വഭാവം കാണും. നമ്മളാരും പൂർണ്ണരല്ല. അപ്പോൾ ഇവരെന്നൊക്കെ പറയുമ്പോൾ ദേ ആർ റിച്ച്, കോടീശ്വരന്മാരാണ്, ബിസിനസ് പീപ്പിളാണ്. സിനിമ ചെയ്യുന്ന ബിസിനസ്സാണ് അവർക്ക്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നവരാണ്, അവരുടെ അണ്ടർ നിൽക്കുന്നവരാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് 5-6 പേര് എപ്പോഴും കൂടെ കാണും. അത് ഞാൻ പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് നിൽക്കുന്നവരാണ് അവരൊക്കെ. പുള്ളിയുടെ വർക്കുകൾ പുള്ളിക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുക, അല്ല പുള്ളിയുടെ ബിസിനസ്സുകളിൽ പുള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ബോസാണ് മമ്മൂട്ടി. അപ്പോൾ അവർ മമ്മൂട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾ കളക്ടറേറ്റ് മറ്റേ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ കാണുമ്പോൾ നമ്മൾ എന്താ അവരുടെ മുമ്പിൽ ഒരു ബെൻഡ് കാണും. സർ IPS ഓഫീസറാണെങ്കിൽ പോലും മന്ത്രിമാരുണ്ട്. അതുപോലെ ഈ മമ്മൂട്ടിയുടെ ബിസിനസ് സ്ഥാപനം, മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ മമ്മൂട്ടിക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർ ഇങ്ങനെ നിൽക്കും. ആവശ്യക്കാരൻ ഔചിത്യമില്ല, മമ്മൂട്ടിയുടെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കണമെന്ന് വേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ നിൽക്കുന്നവർ അവിടെ നിവൃത്തി. ഇപ്പം നാളെ അവർക്ക് സിനിമയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സംഗതി നടക്കില്ല, കഞ്ഞൂടി നടക്കില്ല. അതുകൊണ്ട് അവർ ബെൻഡ് ചെയ്ത് നിൽക്കും. അത് മമ്മൂട്ടി പറഞ്ഞിട്ടൊന്നുമല്ല, അവർ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളിപ്പം യൂസഫലിയുടെ അടുത്ത് ചെന്നാൽ പോലും മറ്റ് ബിസിനസ് മുതലാളിമാരുടെ അടുത്ത് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എങ്ങനെ ഇങ്ങനെ നിൽക്കും, വരണം. കാരണം നാളെ നീ വരണ്ട, നീ കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പണിയില്ല അതിൽ. അതുപോലെ തന്നെ സിനിമ മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. ഇപ്പോൾ മമ്മൂട്ടിയുടെ പടം മാത്രം ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർമാരുണ്ട്. അല്ലാത്ത സമയത്ത് മമ്മൂട്ടിയുടെ പടനെ ഫുൾ ടൈം അവർ നിൽക്കും. അത് നിൽക്കണോ വേണ്ടെന്നുള്ള അവരുടെ ഇഷ്ടം. ആരും പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്, നിൽക്കണോ വേണ്ടതെന്നുള്ള. അവിടെ കഞ്ഞുകൂടിയും കാര്യങ്ങളൊക്കെ നടന്നു പോകട്ടെ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ മമ്മൂട്ടി വഴക്ക് മുറിവ് നമ്മുടെ ബോസായിട്ട് നിൽക്കുന്ന മുതലാളി വരത്തില്ലപ്പം നമ്മളിപ്പം റൂഡായിട്ട് ബിഹേവ് ചെയ്യാം, വഴക്ക് പറയാം. ഒരു അഡ്വക്കേറ്റായിട്ട്, ജൂനിയർ അഡ്വക്കേറ്റായിട്ട് സീനിയർ അഡ്വക്കേറ്റിന് മുമ്പ് നിൽക്കുന്ന സമയത്ത് സീനിയർ അഡ്വക്കേറ്റ് നമ്മൾ വഴക്ക് പറയും, റൂഡായിട്ട് ബിഹേവ് ചെയ്യും. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ മുതലാളി ചിലപ്പോൾ താൻ എവിടെ നോക്കി താൻ എന്താണെന്ന് നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ബിഹേവിയർ ആണെന്നുണ്ടാവും. എല്ലാവരും ഓരോ സ്വഭാവം, ഓരോ മാനസികാവസ്ഥയാണെന്നില്ല. താല്പര്യം ഇട്ട് വന്നിട്ട് നമ്മൾ പോവുക, തൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല, അല്ല തൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് പോവാം. താല്പര്യം നമുക്ക് നിന്നേ പറ്റുള്ളൂ, നമുക്ക് അന്നം കിട്ടണമെന്ന് നമ്മൾ നിൽക്കുക. അപ്പം ഫിറോസിനെ സംബന്ധിച്ച് ഫിറോസിന് താല്പര്യമില്ലായിരിക്കും, അതുകൊണ്ട് പുള്ളി പോയി ബാക്കി അവിടെ നിൽക്കുന്നത്. അത് അവർക്ക് താല്പര്യം കാണുമായിരിക്കും. ക്യാരക്ടേഴ്സ് വേറെ, സിനിമയിൽ കാണുന്ന ക്യാരക്ടർ വേറെ, വ്യക്തി വേറെ. അതിന് നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ മനുഷ്യർക്കും ഓരോ സ്വഭാവം കാണും, എല്ലാവരും ഒരുപോലെയാണെന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്യാമറ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങളോട് ഭയങ്കര മാന്യമായിട്ട് സംസാരിക്കുന്നത്, ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ സഭ്യമായ ഭാഷ, അത് കഴിഞ്ഞ് മാറിപ്പോയി മാ പൂ മറ്റേതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന പോലില്ല.
എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ എൻ്റെ താഴെ വർക്ക് ചെയ്യുന്നതോടൊപ്പം ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ. ഇല്ല, അറിയത്തില്ല. ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന വേറൊരു മുഖം, ക്യാമറ ഓഫ് ചെയ്താൽ വേറൊരു മുഖം. ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും. സിനിമാ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സിനിമ എന്ന ബിസിനസ്സാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സിനിമ. ആക്ടേഴ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, ബിനാമിറ്റൊക്കെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ കമ്പനി കാണും. അവരൊക്കെ ബിസിനസ് പീപ്പിളാണ്. സിനിമ ഒരു വലിയ വ്യവസായമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഇത് പുണ്യപ്രവൃത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ കലയോടുള്ള ഉദാഹരണമൊന്നുമല്ല. കലാമൂല്യം ചെയ്തിട്ട് ഒരു സിനിമ ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തിയേറ്ററിൽ കൊടുത്താൽ മതില്ല, ടിക്കറ്റ് പൈസ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബിസിനസ് ആയതുകൊണ്ടല്ല പൈസ മുടക്കി നമ്മുടെ ടിക്കറ്റ് മേടിച്ച് പണം കാണിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളെ വിളിച്ച് കാണിക്കത്തില്ല. അത്രയും ചിന്തിച്ചാൽ മതി. പുറത്ത് ബാക്കിയായിട്ട് കിട്ടും. അങ്ങനെ പിന്നെ ഞാൻ ഈ പാവമെന്ന് പറഞ്ഞെങ്കിലും പുള്ളിയുടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ. അതായത് ഞാനൊരു ഇൻസിഡൻറ്റ് ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിലോ മറ്റാണ് ഷൂട്ട്, നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത്, ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി. അപ്പോൾ അയാൾ വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ്. പുള്ളി പറയുന്നതിനെല്ലാം എസ് മൂടിയാൽ ഓക്കെയാണ്. അദ്ദേഹത്തെ ആ ഒരു ഏർലി മോർണിംഗ് ഒരു 3 മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് 1/2 മണിക്കൂർ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ ഇരയാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത്, ഇരയാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്താണ്. മമ്മൂക്കാക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെ പ്രവർത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ, അയാളുടെ ഈ അടുത്തിടയ്ക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. ഞാൻ പെട്ടെന്ന് ആരാന്ന് ഓർക്കുന്നില്ല, ഒരു വേറൊരു കണ്ടോളൂ. അല്ല, ടെക്നിക്കൽ ഫീൽഡിലുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ അന്നേരം ഈ ഇൻസിഡൻറ്റ് പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്തിട്ടാണ്. അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി, ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പോയത് ഞാനവിടെ നിൽക്കുമ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റവാട്ടല്ല, പുകഴ്ത്തിയാണ് പറയുന്നത്. മമ്മൂക്കാക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോണ്ടുണ്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറയുന്നത് ദൈവമൊന്നും അല്ലല്ലോ. അങ്ങേരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ തെണ്ടിത്തരവും തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ. പക്ഷെ ബാക്കിയുള്ളവർ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ് ആവുന്നത്. അപ്പോൾ പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു സിനിമാ നായൻ്റെ പേരിൽ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ. പുള്ളിയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെയാണ് അങ്ങനെ ഇറക്കി വിട്ടുന്നെങ്കിൽ പിന്നെ ആ വണ്ടിയിൽ ഞാൻ കയറത്തില്ല, ഞാൻ നല്ല തെറിയും കൊടുക്കും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, മനസ്സിലായി. പക്ഷെ അത് ഒരു പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല. അത് പുള്ളി എന്നല്ല, മമ്മൂട്ടി എന്നല്ല, മമ്മൂട്ടിയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്തിനാണത്? അത് ഈ താര ആരാധനയാണ്. 100-300 പേരുടെ കഷ്ടപ്പാടാണ്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്നത്, ഒരാളുടെ അല്ല. ഞാൻ മമ്മൂട്ടിൽ എല്ലാ പടവും കാണാം, ഒന്നും മുടക്കാറില്ല. കാരണം ചെറുപ്പം മുതൽക്ക് നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ പടം. നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല, TV വരുമ്പോൾ നമ്മൾ ഈ തീരെ പൊട്ടിയ പടങ്ങളെ പോലും ജസ്റ്റ് നമ്മളൊന്ന് സ്കിപ്പ് അടിച്ച് വിട്ടാൽ കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമുള്ള മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ, കാരണം ചെറുപ്പം മുതൽക്ക് ദൂരദർശനമുള്ള കാലഘട്ടം പോലെ നമ്മളൊക്കെ ഇന്നത്തെ ജനറേഷനെ പോലെയല്ല. ദൂരദർശൻ 90s-ലുള്ളവർക്കറിയാം, ദൂരദർശൻ ഏഷ്യാനെറ്റൊക്കെ കണ്ട് നമ്മൾ വളർന്ന സൂര്യ ഇപ്പോഴല്ലേ OTT പ്ലാറ്റ്ഫോമൊക്കെ വന്ന. നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് ഇവരുടെ ക്യാരക്ടേഴ്സ്. ചിലർ അവരെ അന്ധമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ അന്ധമായ ഫാൻസ് അസോസിയേഷന് മെമ്പറായി അതിൽ നിന്ന് അന്നം പറ്റിക്കൊണ്ടുള്ള ഇഷ്ടപ്പെടുന്നവരുണ്ട്. 2 സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു വ്യക്തി നടനായി കഴിഞ്ഞാൽ അത്യാവശ്യം മുൻനിരയോട്ട് വന്നു കഴിയുമ്പോൾ അയാൾക്ക് ഒരുപാട് ഗസ്റ്റ് വരും. ഇപ്പം ഇവർ പോകുന്ന സ്ഥലത്തൊക്കെ ഇവരെപ്പോഴും കൂടെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്. കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ക്രൗഡിൽ പോകുമ്പോഴൊക്കെ അവർക്ക് ഒരു സേഫ്റ്റി പോലെ 2-3 ആൾക്കാർ ഇവിടെ കൂടെ എപ്പോഴും കാണും. അതാണ്. പിന്നീട് നല്ല സൂപ്പർ താരത്തിലോട്ടൊക്കെ പോകുമ്പോൾ 4-5 പേരോടെ കൂടെ കാണും. വേറെ ഒന്നുമല്ല, ഇവർക്ക് എല്ലാ സ്ഥലത്തോട്ടും കയറി ചെല്ലാൻ പറ്റില്ല. നമുക്ക് സൂപ്പർ മാർക്കറ്റ് മമ്മൂട്ടി കയറി ചെല്ലാൻ പറ്റും, ക്രൗഡ് കൂടും, ഫോട്ടോ എടുക്കാനും മറ്റൊക്കെ ആയിട്ട്. അപ്പം അവരുടെ കൂടെ എപ്പോഴും ഒരു 3-4 പേര് അവരുടെ സേഫ് ഇഷ്ടമില്ലാത്തവരത്തിൽ ആശ്രയിക്കുകയോ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സൗന്ദര്യം ഇവർക്ക് പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. പിന്നെ കൂടെ നിൽക്കുന്നവർ, ഈ റൈറ്ററിന്റെ കാര്യം അയാളെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത്, അയാൾക്കിപ്പം മമ്മൂട്ടിയെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഗ്ലോറിഫൈ ചെയ്തേ പറ്റുള്ളൂ. അത് അയാളുടെ ഇഷ്ടമാണ്, ആരെ ഗ്ലോറിഫൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, മമ്മൂട്ടി ദൈവമായിട്ട് കാണണോ വേണ്ടയോ എന്നുള്ളത്, അതൊക്കെ അയാളുടെ ഇഷ്ടം. ഇപ്പോൾ ഫിറോസ് പറയുന്നുണ്ടല്ലോ, ഫിറോസിന്റെ ഇഷ്ടം ഇറങ്ങിപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക്
അദ്ദേഹത്തിൻ്റെ ദേഷ്യവും മറ്റേതൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ള ബോധം കാണും. ആവശ്യക്കാരന് ഔചിത്യമില്ല. അപ്പോൾ എനിക്കൊരാളെ കൊണ്ട് ആവശ്യം, എനിക്ക് മമ്മൂട്ടിയെ കൊണ്ട് ആവശ്യം കിട്ടിയേ പറ്റുള്ളൂ. മമ്മൂട്ടിയെ പടം വെച്ച് മമ്മൂട്ടി ഇങ്ങനത്തെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ ഞാൻ മമ്മൂട്ടി സഹിക്കാന്നല്ല, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ എനിക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ്, വേറെ നടന്മാരില്ലേ പോയി ചെയ്തുകൂടെ. നമുക്ക് ഫിറോസിവിടെ വന്ന് മമ്മൂട്ടി മോശക്കാരനായിട്ടുള്ള രീതിയിലാണ് ഫിറോസ് പറഞ്ഞു പോകുന്നത്. ആദ്യം മമ്മൂട്ടി ഒന്ന് പൊക്കിയടിച്ച് ഞാൻ ഇതൊക്കെ ഓരോരുത്തരോട് ഇഷ്ടമാണ്, ആരുടെ കൂടെ നിൽക്കണോ വേണ്ടി. ആ കൂടെ നിൽക്കുന്നവർ അവർക്കിപ്പം മമ്മൂട്ടിയെ കൊണ്ട് പ്രയോജനം കാണുമായിരിക്കും, അതുകൊണ്ട് അവർ നിൽക്കുന്നു. ഇയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇയാൾ പോട്ടെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല, അതൊക്കെ അവർ ഗ്ലോറിഫൈ ചെയ്യണോ വേണ്ടോ എന്നൊക്കെയുള്ള അവരുടെ ഇഷ്ടമാണല്ലോ. ഈ ഫിറോസ് പറഞ്ഞു വരുമ്പം ഇത് മമ്മൂട്ടിക്ക് ഒരു ബാഡ് ഇമേജിലോട്ട് എത്തിക്കുന്ന പോലെ, അതിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഫിറോസിന് ഭയങ്കരമായിട്ടും മോശമായ കമന്റ് ബോക്സിൽ നല്ല തെറിവുകൾ വരുന്നുണ്ട്. നമുക്കല്ലാതെ ഇപ്പം ഫാനായിട്ട് പുള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കാനും പുള്ളിയുടെ പടം വരുമ്പോൾ ഫസ്റ്റ് ഡേ പോയി കാണാനും അല്ലെ ജയ് വിളിക്കാനും പല വിഷയം നടത്താനും നെയ്യ വിഷയം നടത്താനും നമുക്ക് സമയവുമില്ല, നമ്മളതിൻ്റെ കാര്യങ്ങൾക്ക് പോകാറില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. കാരണം തൊഴിലില്ലായ്മയുള്ള നാട്, ഈ നാട്ടിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വേണം അവർക്ക് ജീവിച്ച് പോകണ്ട. നമുക്കറിയാം ദിനംപ്രതി വരുന്ന ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പടം ഇറങ്ങുമ്പോൾ ആ പടത്തിന്റെ പ്രൊമോഷൻ്റെ വർക്കായിട്ടൊക്കെ നടക്കുകയും ഇപ്പോൾ ഇവർക്ക് ഈ തൊഴിലില്ലായ്മ ഉള്ള യുവാക്കൾ പ്രൊമോഷനായിട്ടും ആരാധകനായിട്ടും ഭക്തനായിട്ടും അണിയായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഈ വ്യക്തി അണിയായിട്ട് പ്രവർത്തിക്കും ഇന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട്. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു മതമുണ്ട്, ആ മതത്തിൽ പോയി ഭക്തനായിട്ട് പ്രവർത്തിക്കും. പിന്നീട് അദ്ദേഹം ആ പൊളിറ്റിക്കൽ പാർട്ടി നടനുണ്ടെങ്കിൽ ആ നടന്റെ ആരാധകനായിട്ട് പ്രവർത്തിക്കും. അണികൾ, ഭക്തർ, ആരാധകർ, ഈ മൂന്ന് വിഭാഗം ജനതയാണ്. യുവാക്കൾക്ക് അതേ ഉള്ളൂ ജോബുള്ളൂ, മറ്റു ജോബുകളൊന്നും കിട്ടാതെ വരുമ്പോൾ പിന്നെ ഇതേ ഉള്ളൂ. ഇതിലൂടെ അവർ ഒരു ദിവസം കഴിച്ച് പോകുന്ന എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടും. നടക്കണ്ടേ, ഗ്ലോറിഫൈ ചെയ്യാനൊക്കെ അവർ നിൽക്കും. നടന്മാരുടെ കൂടെ നിൽക്കുന്നവരെ ആരും ഇവിടെ പിടിച്ചു വെത്തിട്ടില്ല. അപ്പം മമ്മൂട്ടി കൂടി ആരെയും വലിച്ച് കെട്ടിയിട്ടിട്ടില്ല. ഇവരെല്ലാം വന്ന് മമ്മൂട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ്. അവർക്ക് മമ്മൂട്ടി കൊണ്ട് ആവശ്യം കാണുമായിരിക്കും, അതുകൊണ്ട് അവർ സഹിക്കും. ഇപ്പം എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ 4-5 പേര് ഞാൻ ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നു, അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും കാണില്ല. അപ്പോൾ എൻ്റെ കൂടെ വരിക പോവുക, എനിക്ക് എൻ്റെ പ്രൊട്ടക്ഷനായിട്ട് അവരും കയറി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു നടനായി മാറി. അപ്പോൾ എൻ്റെ കൂടെ നല്ല പബ്ലിസിറ്റി ആയി കഴിയുമ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അളിയാ എന്നുകൊണ്ട് ഒന്ന് കൂടുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കും, അവനിപ്പോൾ പ്രത്യേകിച്ച് പണി, ഞാനൊരു പടം പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാം, നീ ഒരു കാര്യം ചെയ്യുക, ആ പ്രൊഡക്ഷൻ നീ നോക്കൂ, ഞാനിപ്പോൾ ഒരു കാറിൻ്റെ ആക്സസറീസ് കമ്പനി, നീ അതൊന്ന് മാനേജ് ചെയ്യണം എന്ന് ഞാൻ അവനെ ഏൽപ്പിക്കുകയാണ്. പിന്നീട് അപ്പം അവൻ എൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം ഇങ്ങ് നിൽക്കും. അപ്പോൾ അവൻ നമുക്ക് എന്തെങ്കിലും ഏർപ്പെടുത്തി തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് കഥ കേൾക്കാൻ സമയമില്ല, സ്ക്രിപ്റ്റ് നീ ആ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കണം എനിക്ക് വേണ്ടി, എന്നിട്ട് എൻ്റെ മുമ്പോട്ട് വിട്ടാൽ മതി, എനിക്കെല്ലാം കേൾക്കേണ്ടത്. അത് കാരണം ഒരു ദിവസം 5-10 ഉണ്ടാക്കി സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കുന്ന, അതിനകത്ത് ഇവൻ കേട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നോക്കിയിട്ട് നല്ലതാണ് മാത്രം ഞാൻ കേട്ടാൽ മതി, എൻ്റെ അത്ര സമയം ലാഭമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ അകത്ത് അവർ നോക്കുന്നത്. അങ്ങനെ വിശ്വസ്തരായിട്ട് വരുന്നവർ കൂടെ നിർത്തുവാണ്. ഫിറോസിന് താല്പര്യം ഫിറോസ് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ഫിലിം ഇൻഡസ്ട്രി നല്ല ബിസിനസ് എടുത്താലും രാഷ്ട്രീയം എടുത്താലും രാഷ്ട്രീയത്തിൽ പാണികളായിട്ട് നിൽക്കുന്നത് ഈ അണിക്കകത്തുനിന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല ആൾക്കാരെ ഇവരുടെ കൂടെ നേതാക്കന്മാർ അവരുടെ കൂടെ നിർത്തും. പിന്നീട് അവൻ എന്തെങ്കിലുമൊക്കെ അവസരം വരുമ്പോൾ ചെറിയ ചെറിയ പൊസിഷൻസ് കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ഇങ്ങനത്തെ ഫീൽഡുകളിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. താല്പര്യമുള്ള നിൽക്കുക, താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ സേ ഗുഡ് ബൈ. ആരും ആരുടെ നമ്മൾ അടിമയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം കാണും, അവിടെ ഗതികേട്, ആ ഗതികേട് അവർക്ക് നിന്നേ പറ്റുള്ളൂ. അവർക്ക് അവർക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലായിരിക്കും, ചിലപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലായിരിക്കും. പുറത്തോട്ട് പോയി ജോലി ചെയ്യാൻ വേണ്ടി സാഹചര്യം, പുറത്ത് പോകാനുള്ള വിദ്യാഭ്യാസം കാണില്ല, നാട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും. ചിലപ്പോൾ അവരങ്ങനെയൊക്കെ നിന്നിരിക്കും. പക്ഷെ അവരങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന മമ്മൂട്ടി ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. ഓരോരുത്തരും ഓരോ മാനസികാവസ്ഥയുള്ളവരാണ്. എൻ്റെ മാനസികാവസ്ഥയാണെന്നില്ല മമ്മൂട്ടിയുടെ മാനസികാവസ്ഥ, മമ്മൂട്ടിയുടെ മാനസികാവസ്ഥയാണെന്നില്ല ഫിറോസിൻ്റെ മാനസികാവസ്ഥയാണെന്നില്ല അവിടെ നിൽക്കുന്ന ഫിറോസ് പറഞ്ഞാലും ബെൻഡ് ചെയ്ത് നിൽക്കുന്ന അവരുടെ മാനസികാവസ്ഥ അന്നൻ മൃദുത്വത്ത് നിന്ന് പോകണ്ടായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അവർ നിന്നിരിക്കും. അത് അവരുടെ ഇഷ്ടം. ഫിറോസിന് താല്പര്യമില്ലെങ്കിൽ ഫിറോസ് ഇറങ്ങിപ്പോവുക, ഫിറോസിൻ്റെ ഇഷ്ടം. നമ്മളാരെയും അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. മനുഷ്യരെല്ലാവരും അവരുടെയൊക്കെ ഓരോ ദിവസം ഓടി കരക്കെത്തിക്കാൻ വേണ്ടിയുള്ള ഓട്ടാണ്. എല്ലാവരും ധനികരൊന്നുമല്ല. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങളോ കോടികളോ ആയിരങ്ങളോ 500 രൂപ പോലും ഇല്ലാത്ത മനുഷ്യരാണ് പലരും. അപ്പം എങ്ങനെയല്ലോ ഒരു 500 രൂപയെല്ലാം കിട്ടുന്ന കേസിന് വേണ്ടി രാവിലെ ഇറങ്ങിത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചകളിൽ ആ സിനിമാ തിയേറ്ററിൽ പോയി പല വേഷം കെട്ടി ആറട്ടണ്ണനായിട്ടും പാരൻജോസ് പെരേരയായിട്ടും ടിംബോയൊക്കെ ആയിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയൊക്കെ നിവർത്തികൾ കൊണ്ടാണ്. അതാണ് എൻ്റെ സത്യാവസ്ഥ. എങ്ങനെയാണെന്ന് പറ്റിക്കൊണ്ട് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ അവസാനം കിട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ ഒരു പടത്തിന് നല്ല റിവ്യൂ പറയുകയാണെങ്കിൽ അവരെ 10,000 രൂപ തരുവാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുമല്ലോ ഒന്ന് കരുതിയേക്ക് വരുന്നവരാണ്. അത് നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇപ്പം അവിടെ ഗതികേട് കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ വേറെള്ളാൻ വേണ്ടി, അതാണ് സത്യാവസ്ഥ. നാട് ശരിക്കും പട്ടിണി നല്ലോണം ഉണ്ട്, തൊഴിലില്ലായ്മ നല്ലോണം ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ വയ്ക്കും താൻ ഈ വീഡിയോ ഇടുന്നതും പൈസയ്ക്ക് വേണ്ടില്ല. അതെ, തൊഴിലില്ലായ്മയുടെ ഭാഗമല്ല താനേ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നാം. എല്ലാവരും വീഡിയോ ഇടുന്നത് തൊഴിലായിട്ട് ചെയ്യുന്നത്, ഞാൻ ഇതൊരു പുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതല്ല. ഇത് തൊഴിലിൻ്റെ ഭാഗമാണ് യൂട്യൂബിൽ വീഡിയോസ് റിയാക്ട് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.